ജീവിതത്തിൽ ചില തിരിച്ചടികൾ വരുമ്പോഴാണ് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ഉള്ള ഒരു തിരിച്ചറിവായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് നമ്മളെ അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് എപ്പോഴും ആഗ്രഹം എന്താണ്? അടുത്തൊരാൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എന്നെ അക്സെപ്റ്റ് ചെയ്യണം, എന്നെ ജഡ്ജ് ചെയ്യാൻ പാടില്ല, എന്നെ കുറ്റപ്പെടുത്താൻ പാടില്ല എന്നുള്ളതൊക്കെയാണ്. അതെങ്ങനെയാണ് പോസിബിൾ ആവുക? അടുത്തൊരാൾ നമ്മളെ കുറ്റപ്പെടുത്തുവോ അല്ലെങ്കിൽ നമ്മളെ പറ്റി എന്തെങ്കിലും പറയുമോ എന്നുള്ളതൊക്കെ അവരുടെ കാര്യമാണ്. അവിടെ നമുക്ക് ഒരു തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അവിടെ ചെയ്യാനോ ഇല്ല. ഞാൻ ഈ അലർജി ആയിട്ട് ജീവിക്കാൻ തുടങ്ങിയ സമയത്ത് ചില ആളുകൾ പറയേണ്ട എന്നോട് വളരെ രഹസ്യമായിട്ട്, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്, പക്ഷെ നമ്മളത് പറയാറില്ല. കാരണം സൊസൈറ്റിയിൽ നമ്മൾ വല്ലാതെ ഐസൊലേറ്റഡ് ആയിരിക്കും. ഇപ്പൊ എന്ത് ചെയ്യും? ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് കഴിച്ചു എന്ന് വരുത്തും, എന്നിട്ട് പോയിട്ട് അലർജിയുടെ ടാബ്ലറ്റ് കഴിക്കും. ആരെയാണ് നമുക്കിവിടെ ബോധ്യപ്പെടുത്താനുള്ളത്? ഇപ്പം എന്നോട് ഒരാളൊരു ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ പറയും, ഇതെനിക്ക് പറ്റാത്ത സാധനമാണ്. അത് ഞാൻ എനിക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റും ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. എനിക്കത് പറ്റില്ല എന്നുള്ളത് ഞാനാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അല്ലാതെ വേറെ ആരെങ്കിലും എന്നെ കുറിച്ച് എന്തെങ്കിലും വിചാരിക്കുവോ, അയ്യോ ഇവളിത് കഴിക്കാണ്ടാണോ ജീവിക്കണേന്ന് അവർ ചിന്തിക്കുവോ എന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, അവരാ പറയുന്ന നേരത്തെ കാര്യം ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മളെ കുറിച്ച് ചിന്തിച്ചിരിക്കാനായിട്ട് പുറത്ത് ആർക്കാണ് ഇത്ര പേർക്ക് സമയമുള്ളത്? വേറെ ആരെങ്കിലും സമാധാനിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും കഴിച്ച് ഒരു അലർജിയുടെ ടാബ്ലറ്റ് എടുത്ത് ഒരു ദിവസം കിറങ്ങി നടക്കുന്നതിനേക്കാൾ നല്ലത് ഒന്നുകിൽ നമ്മൾ ആ ഭാഗത്ത് നിന്ന് ഒഴിഞ്ഞു പോവാം, അതല്ലെങ്കിൽ ആരെങ്കിലും ആവശ്യമില്ലാത്ത എന്തെങ്കിലും വെച്ച് നീട്ടുമ്പോൾ എനിക്ക് പറ്റില്ല എന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ ബഹുമാനത്തോടു കൂടി റിജക്റ്റ് ചെയ്യാനായിട്ട് പഠിക്കാം. ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്.